നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത് ഫുറിയർ സീരീസിൻ്റെ അല്ലെങ്കിൽ ഫുറിയർ സീരീസ് ഫോർ ഈവൻ ഫംഗ്ഷൻ ആൻഡ് ഓഡ് ഫംഗ്ഷൻ. ഓക്കെ, ഫുറിയർ സീരീസ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. പീരിയോഡിക് ഫംഗ്ഷൻ്റെ ഫുറിയർ സീരീസുകളാണ് നമ്മൾ കണ്ടുകൊണ്ടിരുന്നത്. അതിൽ 2π പീരീഡും അതുപോലെ തന്നെ ആർബിട്രറി പീരീഡ് 2l പീരീഡും കണ്ടു. ഇനി അടുത്തത് നമ്മൾ ഫുറിയർ ഈവൻ ഫംഗ്ഷൻ്റെയും ഓഡ് ഫംഗ്ഷൻ്റെയും ഫുറിയർ സീരീസാണ് കാണാൻ പോകുന്നത്. ഇത് കുറച്ച് ഇമ്പോർട്ടൻറ്റും കൂടിയാണ്. ഇമ്പോർട്ടൻ്റ് എന്ന് വെച്ചാൽ തൊട്ട് മുമ്പത്തത് ഉപയോഗിക്കുമ്പോൾ ഒക്കെ ഒന്നെങ്കിൽ കൂടുതലും ആ ഫംഗ്ഷൻ കൂടുതലും ഒന്നെങ്കിൽ ഈവനോ അല്ലെങ്കിൽ ഓഡോ ഫംഗ്ഷൻ ആയിരിക്കും കൂടുതലും നമ്മൾ ഉപയോഗിക്കുന്നത്. നമ്മളത്ര ശ്രദ്ധിക്കാറില്ല. അപ്പോൾ എന്താണ് ആദ്യം നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ള ഇതിൽ എന്താണ് ഈവൻ ഫംഗ്ഷൻ, എന്താണ് ഓഡ് ഫംഗ്ഷൻ നമുക്കറിയണം. ഓക്കെ, അതുപയോഗിച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്. പിന്നെ ഫുറിയർ സീരീസിൻ്റെ ഭാഗത്തേക്ക് എങ്ങനെയാണ് ഫുറിയർ സീരീസ് കിട്ടുക, ഈവൻ ഫംഗ്ഷൻ്റെത് അതുപോലെ ഓഡ് ഫംഗ്ഷൻ്റെ എന്നുള്ളതാണ് പിന്നെ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. അപ്പം ഫസ്റ്റ് ഭാഗത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഫുറിയർ ഈവൻ ഫംഗ്ഷൻ എന്താണ്, ഓഡ് ഫംഗ്ഷൻ എന്താണ്. ഓക്കെ, അപ്പോൾ ആദ്യം ഡെഫിനിഷനാണ്. ഈവൻ ഫംഗ്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? അതായത് എഫ് ഓഫ് മൈനസ് എക്സ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് തന്നെ ആവുകയാണ് എങ്കിൽ അതിനെയാണ് നമ്മൾ, അങ്ങനത്തെ ഫംഗ്ഷനെയാണ് നമ്മൾ ഈവൻ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഇപ്പോൾ എക്സാമ്പിളായിട്ട് എക്സ് സ്ക്വയർ നമ്മളെടുത്തു. എക്സ് സ്ക്വയർ നമ്മൾ എടുത്തിട്ടുണ്ട് എങ്കിൽ അതിനെന്താ പ്രത്യേകത? മൈനസ് എക്സിൻ്റെ സ്ക്വയറും തന്നെയാണ് എക്സ് സ്ക്വയർ തന്നെയാണ്. അതായത് -1ൻ്റെ സ്ക്വയർ എന്താണ്? 1 സ്ക്വയർ, അതായത് 1 ആണ്. 1ൻ്റെ സ്ക്വയറും എന്താണ്? 1. അതായത് എഫ് ഓഫ് മൈനസ് എക്സും എഫ് ഓഫ് എക്സും തുല്യമാവും. എന്തിൽ? എക്സ് സ്ക്വയർ എന്ന് പറയുന്ന ഫംഗ്ഷനാണ് എഫ് ഓഫ് എക്സ് എന്ന് എടുത്തിട്ടുണ്ട് എങ്കിൽ. അതായത് എക്സ് സ്ക്വയറിൻ്റെ സ്ഥാനത്ത് നിന്ന് ഞാൻ എന്തെടുത്തു? എക്സ് ഈക്വൽ ടു 2 എടുത്തു. 2ൻ്റെ സ്ക്വയർ എന്താണ്? 4 ആണ്. -2ൻ്റെ സ്ക്വയർ എന്താണ്? 4 തന്നെയാണ്. അത് രണ്ടും ഈക്വലാണ്. ദാറ്റ് മീൻസ് ഈവൻ ഫംഗ്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ട് എങ്കിൽ പോസിറ്റീവും നെഗറ്റീവിൻ്റെയും വാല്യൂ എടുത്തിട്ടുണ്ട് എങ്കിൽ സെയിം വാല്യൂസ് സെയിം ഇമേജ് ആയിരിക്കുക, അല്ലെങ്കിൽ സെയിം ഫംഗ്ഷൻ്റെ വാല്യൂ സെയിം ആവുകയാണ് എങ്കിൽ അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഈവൻ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. അവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കൂടിയുണ്ട്. -2 to 2 അല്ലെങ്കിൽ -3 to 3 എന്ന് പറഞ്ഞിട്ട് ഇൻ്റർവെൽ എടുക്കണം, എന്നാലേ നമ്മൾ ഈവൻ ഫംഗ്ഷൻ ആവും. അതായത് 1 to 4 എക്സ് സ്ക്വയർ ഈവൻ ഫംഗ്ഷൻ ആണോ എന്ന് ചോദിച്ചാൽ അല്ല. കാരണം എന്തുകൊണ്ട്? 1 to ഇതിൽ മൈനസ് വരുന്നുണ്ടോ? ഇല്ല, മൈനസ് ടേമുകൾ വരുന്നില്ല. ഇനി -3 to 4 ഈവൻ ഫംഗ്ഷൻ ആണോ? ആണ്, ഈവൻ ഫംഗ്ഷനാണ്. മൈനസ് അല്ലേ, അവിടെയൊക്കെ മൈനസ് മുതൽ വരുന്നുണ്ട് എങ്കിൽ മാത്രമാണ് നമ്മൾ ഈവൻ ഫംഗ്ഷൻ ആണോ അല്ലേ പറയാൻ പറ്റും. പക്ഷേ പോസിറ്റീവോ നെഗറ്റീവോ എടുത്തിട്ട് മാത്രം ഇൻ്റർവെൽ എടുത്താൽ നമുക്കൊരിക്കലും പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റൂല ഈവൻ ഫംഗ്ഷൻ ആണോ. ഓക്കെ, അപ്പം ഈവൻ ഫംഗ്ഷൻ എപ്പോഴും എന്ത് ചെയ്യുന്നുണ്ട്? അതിൻ്റെ സെറ്റിനെ അല്ലെങ്കിൽ അത് നിർണ്ണയിക്കുന്ന ഡൊമൈൻ്റെയും കോഡൊമൈനെയും എന്ത് ചെയ്യുന്നു? ഓക്കെ, അതിനെ രണ്ടിനെയും എന്ത് ചെയ്യുന്നുണ്ട്? ബന്ധപ്പെട്ട് കിടക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ എക്സ് സ്ക്വയർ ഒരു എക്സാമ്പിളാണ്. കാരണം ഇങ്ങനെ -1ൻ്റെയും 1ൻ്റെയും സ്ക്വയർ എന്താണ്? 1 ആണ്. -3ൻ്റെയും സ്ക്വയർ എന്തെന്നാണ്? 9 ആണ്. അപ്പോൾ രണ്ട് ഈക്വലാണ്. അതുകൊണ്ട് എന്താണ്? എക്സ് സ്ക്വയർ ഒരു എക്സാമ്പിളാണ് ഈവൻ ഫംഗ്ഷൻ. അടുത്തത് x⁴. 1⁴ എന്ന് പറഞ്ഞാൽ 1 തന്നെയാണ്. -1⁴ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 1 തന്നെയാണ്. 2⁴ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് വരുന്നത്? 2⁴ എന്ന് പറഞ്ഞാൽ 16 ആണ് അല്ലേ. -2⁴ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 16 ആണ്. അപ്പോൾ നമുക്ക് അതും x⁴ എന്താണ്? ഒരു ഈവൻ ഫംഗ്ഷനാണ്. ഇനി അടുത്തത് കോസ് എന്താണ്? ഒരു ഈവൻ ഫംഗ്ഷനാണ്. എന്തുകൊണ്ട്? കോസ് -x എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കോസ് എക്സ് എന്നാണ് അല്ലേ. കോസ് ഓഫ് -x എന്താണ്? കോസ് എക്സ് ആണ്. ദാറ്റ് മീൻസ് അതിൻ്റെ മീനിങ് എന്താണ്? അതിൻ്റെ മീനിങ് ഈവൻ ഫംഗ്ഷനാണ്. അപ്പം ഇത്രയും
ഈവൻ ഫംഗ്ഷനുകൾ ഇതൊക്കെ എക്സാമ്പിളുകളാണ്. എന്തിന്? ഈവൻ ഫംഗ്ഷനുകൾക്കുള്ള എക്സാമ്പിളുകളാണ്. ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ള ഓഡ് ഫംഗ്ഷൻ എന്താണെന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഓഡ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ട് എങ്കിൽ എഫ് ഓഫ് മൈനസ് എക്സ് ഈക്വൽ ടു മൈനസ് ഓഫ് എഫ് ഓഫ് എക്സ്, എഫ് ഓഫ് മൈനസ് എക്സ് ഈക്വൽ ടു മൈനസ് ഓഫ് എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞിട്ട് എഴുതാൻ പറ്റുന്ന ഫംഗ്ഷനുകളെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഓഡ് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പോൾ എക്സാമ്പിളായിട്ട് ഞാൻ ഒരു എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് എടുത്തു, ഐഡൻറ്റിറ്റി ഫംഗ്ഷൻ. ഈ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് എന്ന് നമ്മൾ എടുത്തിട്ടുണ്ട് എങ്കിൽ, അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്താണ് പ്രൂവ് ചെയ്യേണ്ടത്? എഫ് ഓഫ് മൈനസ് എക്സ് ഈക്വൽ ടു മൈനസ് ഓഫ് എഫ് ഓഫ് എക്സ് എന്ന് പ്രൂവ് ചെയ്യണം. എഫ് ഓഫ് മൈനസ് എക്സ് എന്താ? എഫ് ഓഫ് മൈനസ് എക്സ്, എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് ആണെങ്കിൽ എഫ് ഓഫ് മൈനസ് എക്സ് എന്ന് പറഞ്ഞാൽ മൈനസ് എക്സ് എന്നാണ്. മൈനസ് എക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വിച്ച് ഈസ് ഈക്വൽ ടു, എനിക്ക് ചെയ്താൽ മൈനസിനെ മാറ്റി നിർത്തിയിട്ടുണ്ടെങ്കിൽ മറ്റേ ഈ എക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് കറസ്പോണ്ടിങ് ആര്? എഫ് ഓഫ് എക്സ്. ദാറ്റ് മീൻസ് മൈനസ് എഫ് ഓഫ് എക്സ് എന്ന് എഴുതാം. അതായത് എഫ് ഓഫ് മൈനസ് എക്സ് ഈക്വൽ ടു മൈനസ് ഓഫ് എഫ് ഓഫ് എക്സ് എന്നായി. ഓക്കെ, ദാറ്റ് മീൻസ് അതെന്താണ്? ഒരു ഓഡ് ഫംഗ്ഷൻ ആണ് എന്ന് കിട്ടിക്കഴിഞ്ഞു. അതായത് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് എന്ന് പറയുന്നത് ഒരു ഓഡ് ഫംഗ്ഷനാണ്. പിന്നെ അടുത്തത് ഒരു എക്സാമ്പിൾ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു സൈൻ എക്സ്. അപ്പോൾ ഇതൊരു ഓഡ് ഫംഗ്ഷനാണ്, നമുക്ക് പ്രൂവ് ചെയ്യാൻ സിമ്പിളാണ്. എഫ് ഓഫ് മൈനസ് എക്സ് എന്ന് പറഞ്ഞിട്ടുണ്ട് എങ്കിൽ എന്താണ്? സൈൻ ഓഫ് മൈനസ് എക്സ് ആണ് അല്ലേ? അപ്പോൾ വിച്ച് ഈസ് ഈക്വൽ ടു സൈൻ ഓഫ് മൈനസ് എക്സ് എന്ന് പറഞ്ഞിട്ടുണ്ട് എങ്കിൽ വിച്ച് ഈസ് ഈക്വൽ ടു എന്താണ്? മൈനസ് ഓഫ് സൈൻ എക്സ് ആണ്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടിക്കഴിഞ്ഞു? നമുക്ക് ഒരു കാര്യം കിട്ടിക്കഴിഞ്ഞു, വിച്ച് ഈസ് ഈക്വൽ ടു മൈനസ് ഓഫ് എഫ് ഓഫ് എക്സ്. കാരണം എഫ് ഓഫ് എക്സ് ഇവിടെ സൈൻ എക്സ് ആണ്. അപ്പം മൈനസ് സൈൻ എക്സിൻ്റെ സ്ഥാനത്ത് എഫ് ഓഫ് എക്സ് കൊടുത്തിട്ടുണ്ടെങ്കിൽ മൈനസ് ഓഫ് എഫ് ഓഫ് എക്സ്. അപ്പോൾ നമുക്ക് ഇവിടെ എന്ത് കിട്ടിക്കഴിഞ്ഞു? എഫ് ഓഫ് എക്സ് ഈക്വൽ ടു മൈനസ് എഫ് ഓഫ് എക്സ്. ദാറ്റ് മീൻസ് സൈൻ എക്സും എന്താണ്? ഒരു ഓഡ് ഫംഗ്ഷനാണ്. ഓക്കെ, അപ്പം ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇതിലുള്ളത്. അടുത്ത കാര്യം ഒരു എച്ച് ഓഫ് എക്സ് ഈക്വൽ ടു, അടുത്തത് ഒന്നുകൂടി നോക്കുക, എക്സ് ക്യൂബിൻ്റെ ഇതുണ്ട്. എച്ച് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് ക്യൂബ്, അനദർ എക്സാമ്പിൾ. ഓക്കെ, അങ്ങനെയാണ് എങ്കിൽ അതിൽ നിന്നും എഫ് ഓഫ് മൈനസ് ഓഫ് എക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മൈനസ് ഓഫ് എക്സ് ക്യൂബ്, അതായത് മൈനസ് എക്സ് ഇൻറ്റു മൈനസ് എക്സ് ഇൻറ്റു മൈനസ് എക്സ്. മൈനസ് എക്സ് ഇൻറ്റു മൈനസ് എക്സ് എന്ന് പറയുമ്പോൾ എക്സ് സ്ക്വയർ ഇൻറ്റു മൈനസ് എക്സ് എന്ന് പറയുമ്പോൾ മൈനസ് എക്സ് ക്യൂബ്. അപ്പോൾ നമുക്ക് കിട്ടുന്നത് മൈനസ് എക്സ് ക്യൂബ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സം എച്ച് ഓഫ് എക്സ്. അപ്പോൾ എച്ച് ഓഫ് എക്സ് എന്ന് കിട്ടും, മൈനസ് എച്ച് ഓഫ് എക്സ്. അപ്പോൾ എന്താണ്? എച്ച് ഓഫ് മൈനസ് എക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മൈനസ് എച്ച് ഓഫ് എക്സ് എന്ന് കിട്ടിക്കഴിഞ്ഞു. ദാറ്റ് മീൻസ് എക്സ് ക്യൂബും ഒരു ഓഡ് ഫംഗ്ഷൻ്റെ എക്സാമ്പിളാണ്. അപ്പോൾ ഈ രീതിയിലാണ് നമ്മൾ ചെക്ക് ചെയ്യുക, ഓഡ് ഫംഗ്ഷൻ ആണോ ഈവൻ ഫംഗ്ഷൻ ആണോ നമ്മൾ ചെക്ക് ചെയ്യുക, ജസ്റ്റ് അങ്ങനെ കൊടുത്തിട്ടാണ്. ഓക്കെ, ഇനി നമുക്ക് ഫുരിയർ സീരീസിനെ പറ്റിയിട്ടാണ് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഈവൻ ഫംഗ്ഷൻ്റെ ഫുരിയർ സീരീസ് എങ്ങനെ കാണും? ഓഡ് ഫംഗ്ഷൻ്റെ സിമ്പിളാണ്. നമ്മളുടെ തൊട്ട് മുകളിലുള്ള പോലെ a0 പ്ലസ് a1 അല്ലേ, സിഗ്മ n ഈക്വൽ ടു 1 to infinity an അല്ലേ, കോസ് n പൈ എക്സ് ബൈ എൽ പ്ലസ് ബി എൽ പ്ലസ് ബി എൻ സൈൻ n പൈ അല്ലേ എക്സ് ബൈ എൽ, അങ്ങനെ പറഞ്ഞിട്ട് ഒക്കെ കാണുക എന്നുള്ളത് അവിടെ 3 പാർട്ടായിട്ടാണ് നമുക്ക് കാണാനുള്ളത്. സത്യത്തിൽ ഫുരിയർ സീരീസ് നമ്മൾ മുമ്പ് ചെയ്തത് അല്ലേ. ഇവിടെ നമുക്ക് അതെന്ത് ചെയ്യും? കുറച്ചുകൂടി ചുരുങ്ങിക്കിട്ടും. അതാണ് ഇവിടുത്തെ പ്രത്യേകത. ഓക്കെ, അപ്പോൾ നമുക്ക് ഫുരിയർ സീരീസിലേക്ക് പോകാം. അപ്പം ഫുരിയർ സീരീസ് ഫോർ ഈവൻ ഫംഗ്ഷൻ. അപ്പോൾ ഈവൻ ഫംഗ്ഷൻ്റെ ഫുരിയർ സീരീസ് ഇതിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു a0 പ്ലസ് സിഗ്മ n ഈക്വൽ ടു 1 to infinity an കോസ് n പൈ എക്സ് ബൈ എൽ. എൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണെന്ന് അറിയാലോ, പീരീഡിൻ്റെ ഹാഫാണ്. 12 പീരീഡാണ് എങ്കിൽ അല്ലേ, എൽ എന്ന് പറയുന്നത് പീരീഡിൻ്റെ ഹാഫാണ്. അല്ലെങ്കിൽ മൈനസ് എൽ ടു എൽ എന്ന് പറയുമ്പോൾ അവിടെ വന്നു, അല്ലെങ്കിൽ 0 to L എന്ന് പറയും. ഇവിടെ ശ്രദ്ധിക്കേണ്ടത് എപ്പോഴും മൈനസ് എൽ ടു എൽ ആയിരിക്കും, അല്ലെങ്കിൽ അതെന്തല്ല ഈവൻ ഫംഗ്ഷനോ ആവില്ല. കാരണം ആ കൺസെപ്റ്റ്സ് പോവും. കാരണം എന്തുകൊണ്ട്? എഫ് ഓഫ് മൈനസ് എക്സ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് എന്ന് കിട്ടണം. മൈനസ് എക്സ് അതായത് എപ്പോഴും ഒരു നെഗറ്റീവ് വാല്യൂവിന് ഈക്വലൻ്റ് ആയിട്ടുള്ള
റെസ്പോണ്ടിങ് ആയിട്ട് അപ്പുറത്തൊരു പോസിറ്റീവ് വാല്യൂ അസൈൻ ചെയ്തിട്ടുള്ള ഫംഗ്ഷന് ഉണ്ടായിരിക്കണം എന്നാണ്. അപ്പം നമ്മൾ ഇവിടെ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു a0 പ്ലസ് സിഗ്മ n ഈക്വൽ ടു 1 to infinity an cos n pi x by l, ഇതാണ് നമ്മളുടെ ഫുറിയർ സീരീസ് ഫോർ ദി ഈവൻ ഫംഗ്ഷൻ. എഫ് ഓഫ് എക്സ് ഈസ് എ ഈവൻ ഫംഗ്ഷൻ. അങ്ങനെയാണ് എങ്കിൽ മാത്രം കേട്ടോ, എഫ് ഓഫ് എക്സ് ഈവൻ ഫംഗ്ഷൻ ആണെങ്കിൽ. എന്തുകൊണ്ടാണ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ബി എന്നിൻ്റെ പ്ലസ് ബി എൻ സൈൻ എൻ പൈ എക്സ് ബൈ എല്ലും കൂടിയുണ്ട്. അവിടെ ഈ ബി എൻ എന്തായിരിക്കും, 0 ആയി പോകും, കാരണം ഈവൻ ഫംഗ്ഷൻ ആയതുകൊണ്ട്. ഓക്കെ, അതുകൊണ്ടാണ് ആ പ്രശ്നം വരുന്നത്. അപ്പോൾ നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളിലേക്ക് പോവാം. അപ്പോൾ ഇവിടെ എന്താണ് a0 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് പ്രത്യേകം ശ്രദ്ധിക്കുക, 1/l ഇൻറ്റു ഇൻ്റഗ്രൽ 0 to l എഫ് ഓഫ് എക്സ് ഡി എക്സ്. ഇൻ്റഗ്രൽ ശ്രദ്ധിക്കണം, 1/l ഇൻറ്റു ഇൻ്റഗ്രൽ 0 to l എഫ് ഓഫ് എക്സ് ഡി എക്സ്. a0 എന്ന് പറഞ്ഞാൽ an എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ an ഈക്വൽ ടു 2/l ഇൻറ്റു ഇൻ്റഗ്രൽ 0 to l എഫ് ഓഫ് എക്സ് കോസ് n pi x by l ഇൻറ്റു ഡി എക്സ്. ഈ ഇക്വേഷൻസ് ഓർമ്മയിൽ ഉണ്ടാവണം. ഇതില്ലാതെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ചെയ്യാൻ കഴിയില്ല. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പം നമുക്ക് ഇനി ഡിസ്കസ് ചെയ്യാനുള്ളത് എന്താണ്, ഫുറിയർ സീരീസ് ഫോർ ഓഡ് ഫങ്ഷൻസ്. ഓക്കെ, ഫുറിയർ സീരീസ് ഫോർ ഓഡ് ഫങ്ഷൻസ്. അപ്പോൾ ഫുറിയർ സീരീസ് ഫോർ ഓഡ് ഫങ്ഷൻസ് നമുക്ക് എന്തൊക്കെ ചെയ്യാനുണ്ട്, എന്താണ് എന്നുള്ളതാണ് നോക്കാനുള്ളത്. അപ്പോൾ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എൻ സിഗ്മ n ഈക്വൽ ടു 1 to infinity ബി എൻ സൈൻ എൻ പൈ എക്സ് ബൈ എൽ. സിമ്പിൾ, കാരണം ഒരൊറ്റ സാധനമേ ഉള്ളൂ, ബി എൻ മാത്രം നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്തിട്ട് സിഗ്മയെ കൊടുത്തുവെച്ചാൽ മതി. പ്രത്യേകം ശ്രദ്ധിക്കുക അല്ലേ, എത്ര സിമ്പിളാണ്. അപ്പോൾ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് ഒരു ഓഡ് ഫംഗ്ഷൻ ആണ് എങ്കിൽ a0യും an-ഉം എന്തായി പോകും, 0 ആയി പോകും. ഫുറിയർ കോഎഫിഷ്യൻറ്റിൽ a0യും an-ഉം 0 ആയി പോകും. അപ്പം ബി എൻ മാത്രമേ ക്വാണ്ടിറ്റി ഉണ്ടാവുള്ളൂ. അപ്പം സിഗ്മ n ഈക്വൽ ടു 1 to infinity ബി എൻ സൈൻ എൻ പൈ എക്സ് ബൈ എൽ ആയിരിക്കും അതിൻ്റെ ഫുറിയർ സീരീസ് എക്സ്പാൻഷൻ. ഓക്കെ, ഇതിനെ പറയുന്ന പേര് സൈൻ സീരീസ് എന്ന് പറയാറുണ്ട്. തൊട്ട് മുകളിൽ നമ്മൾ ഈവൻ ഫംഗ്ഷൻ്റെ കാര്യത്തിൽ തൊട്ട് മുമ്പുള്ളത് ഏതായിരുന്നു, ഈവൻ ഫംഗ്ഷൻ. ശ്രദ്ധിക്കുക, ഇവിടെ ഈവൻ ഫംഗ്ഷനാണ്. ഈവൻ ഫംഗ്ഷൻ്റെ കാര്യത്തിൽ കോസ് വെച്ചിട്ടാണ്. ഇതിനെ പറയുന്നത് കോസ് സീരീസ് എന്നുമാണ്. ഓക്കെ, ഈവൻ ഫംഗ്ഷൻ്റെ ഇതിനെ കോസ് സീരീസ് എന്നും, അതുപോലെ തന്നെ ഓഡ് ഫംഗ്ഷന് സൈൻ വന്നതുകൊണ്ട് അതിനെ സൈൻ സീരീസും എന്നും പറയാറുണ്ട്. ഹാഫ് സൈൻ അല്ലെങ്കിൽ ഹാഫ് സൈൻ സീരീസും ഹാഫ് കോസ് സീരീസും അങ്ങനെയും പറയാറുണ്ട് ചില ടൈമിന്. ഓക്കെ, അപ്പോൾ കാരണം ഇത് രണ്ടുകൂടി കൂടിയിട്ടാണ് നമുക്ക് എന്തുണ്ടാവുന്നത്, ഫുറിയർ സീരീസിൻ്റെ കോമ്പിനേഷൻ ഉണ്ടാവുന്നത്. ഏതൊരു ഫംഗ്ഷനെയും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈവൻ ഫംഗ്ഷൻ്റെയും ഓഡ് ഫംഗ്ഷൻ്റെയും ലീനിയർ കോമ്പിനേഷനാക്കി എഴുതാൻ പറ്റും എന്നുള്ളൊരു കൺസെപ്റ്റ്സ് ഉണ്ട്. അത് നമുക്ക് പഠിക്കാനില്ല, പക്ഷേ നമ്മൾ മുമ്പ് നമ്മൾ ഇതിനെ പറ്റിയിട്ട് ഡിസ്കസ് ചെയ്തിട്ടുണ്ട് സെക്കൻഡ് സെമ്മിൽ. ഓക്കെ, അപ്പോൾ ഈ കൺസെപ്റ്റ്സ് നിങ്ങൾക്ക് നമ്മളുടെ മനസ്സിലുണ്ടാവുക, ഏതൊരു ഫംഗ്ഷനെയും നമുക്ക് ഈവനും ഓഡ് ഫംഗ്ഷൻ്റെയും ലീനിയർ കോമ്പിനേഷൻ ഏത് ഫംഗ്ഷനെയും എഴുതാൻ പറ്റുമെന്നുള്ളൊരു കൺസെപ്റ്റ്സ് ഉണ്ട്. അത് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഹാഫ് സീരീസ് എന്ന് പറയുന്ന, അതായത് സൈൻ സീരീസും കോസ് സീരീസും എന്ന് പറയുന്നത്. ഓക്കെ, പോട്ടെ, ഹാഫ് സീരീസ്. ഓക്കെ, ഫൈൻഡ് ഹാഫ് സീരീസ് എന്ന് പറഞ്ഞിട്ടുണ്ട് എങ്കിൽ ഹാഫ് സൈൻ സീരീസ് എന്ന് പറഞ്ഞാൽ സിഗ്മ n ഈക്വൽ ടു 1 to infinity ബി എൻ സൈൻ എൻ പൈ എക്സ് ബൈ എൽ ആണ് കാണേണ്ടത്. ഓക്കെ, ഓഡ് ഫംഗ്ഷന് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എന്തേ ഉള്ളൂ, ഈ കൺസെപ്റ്റ്സ് n ഈക്വൽ ടു 1 to infinity ബി എൻ സൈൻ എൻ പൈ എക്സ് ബൈ എൽ. അപ്പോൾ നമ്മളുടെ കൺസെപ്റ്റ്സിലേക്ക് എടുക്കാം. ബി എൻ എന്താണെന്നുള്ളതാണ്, ബി എൻ ഈക്വൽ ടു 2/l ഇൻ്റഗ്രൽ 0 to l എഫ് ഓഫ് എക്സ് സൈൻ എൻ പൈ എക്സ് ബൈ എൽ ഇൻറ്റു ഡി എക്സ്. ഓക്കെ, ഇനി നമുക്ക് ഇതിലൊരു തിയറം ഉണ്ട്. തിയറം ഇമ്പോർട്ടൻ്റ് ആണ്, കാരണം നമ്മൾ ഇപ്പോൾ ഒരു ഫംഗ്ഷൻ ഉണ്ടാവുക എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് സ്ക്വയർ പ്ലസ് 2x പ്ലസ് 3. അവിടെ 3 ഫംഗ്ഷനുകൾ സത്യത്തിലുണ്ട്. ഒരു ഫംഗ്ഷനായിട്ടാണ് അത് ആക്ട് ചെയ്യുന്നതെങ്കിൽ കൂടി എക്സ് സ്ക്വയർ ഒന്നാണ്, എക്സ് ഒന്നാക്കാം, പ്ലസ് 2 വേറൊന്നാക്കാം, കാരണം 2 ഒരു കോൺസ്റ്റൻറ്റ് ഫംഗ്ഷനാണ് അല്ലേ. അങ്ങനെ 3 എണ്ണാക്കിയൊക്കെ നമുക്ക് എഴുതാൻ പറ്റും. അപ്പോൾ അതിൻ്റെ ഓരോന്നിൻ്റെയും ഫുറിയർ സീരീസ് വേറെ വേറെ കണ്ടിട്ട് സമ്മ ചെയ്താൽ മതി സത്യത്തിൽ.
അതിൻ്റെ ഒരു തിയറമാണ് നമുക്ക് പഠിക്കാനുള്ളത്. വിത്തൗട്ട് പ്രൂഫ് ഇല്ല നമ്മുടെ സിലബസിൽ, അതുകൊണ്ട് നമ്മൾ കഴിച്ചിലായി, നമുക്ക് ബുദ്ധിമുട്ടില്ല. തിയറം പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഫംഗ്ഷനെ നമുക്ക് സമ്മാക്കി എഴുതാൻ പറ്റുമെങ്കിൽ രണ്ട് ഫംഗ്ഷനുകളുടെ, അതായത് സേ ദാറ്റ് F1 ആൻഡ് F2, അതിനെ ഞാൻ വിളിക്കുന്നത് F1 F2 എന്ന് പറയുന്ന രണ്ട് ഫംഗ്ഷനാക്കി ഒരു ഫംഗ്ഷനെ എഴുതാൻ പറ്റുമെങ്കിൽ, അങ്ങനെയാണെങ്കിൽ ആ ഫംഗ്ഷൻ്റെ ഫുറിയർ സീരീസ് എന്ന് പറയുന്നത് നമ്മൾ എന്ത് കണ്ടാൽ F1ൻ്റെയും F2 എന്ന് പറയുന്ന ഈ രണ്ട് ഫംഗ്ഷനുകളുടെ വെവ്വേറെ ഫുറിയർ സീരീസ് വെവ്വേറെ കണ്ടിട്ട് അതിനെ സമ്മ് ചെയ്താൽ മതി. അതാണ് അതിൻ്റെ ഫുറിയർ സീരീസ് എന്നും. ഇനി ഒരു ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഇപ്പോൾ എക്സാമ്പിളായിട്ട് f(x) = 3x², f(x) = 3x². എന്താണ് അവിടെ ഒരു കോൺസ്റ്റൻ്റ് ഉണ്ട് 3, പിന്നെ ഒരു x², അല്ലേ? ആൾജിബ്രായിക് എക്സ്പ്രഷൻ അല്ലെങ്കിൽ ആൾജിബ്രായിക് ഫോം ഉണ്ട്, ആൾജിബ്രായിക് എക്വേഷൻ ഉണ്ട്, അതാണ് x². അപ്പോൾ 3x² ഒരു കോൺസ്റ്റൻ്റ്, അതായത് c ഇൻറ്റു സം ഫംഗ്ഷൻ ഓഫ് എഫ്, സം ഫംഗ്ഷൻ ഓഫ് എക്സ്, അല്ലേ? 3x². അങ്ങനത്തെ മോഡലുകളുടെ ഫുറിയർ സീരീസ് എന്ന് പറയുന്നത് കോൺസ്റ്റൻറ്റിനെ പുറത്തെടുക്കുക, ഇൻ്റഗ്രേഷനൊക്കെ നമ്മൾ ചെയ്യാറുള്ളത് പോലെ കോൺസ്റ്റൻറ്റിനെ ടേക്ക് ഔട്ട് സൈഡ്, എന്നിട്ട് ഫുറിയർ സീരീസ് ഫോർ എഫ് ചെയ്യുക, എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക, മൾട്ടിപ്ലൈ ചെയ്യുക, സി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ടുണ്ട് എങ്കിൽ അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഫുറിയർ സീരീസ് ഫോർ കോൺസ്റ്റൻറ്റ് കോഎഫിഷ്യൻ്റ് വിത്ത് ഫംഗ്ഷൻ. ഓക്കെ, അപ്പം ഈ രണ്ട് കൺസെപ്റ്റ്സും നിങ്ങൾക്ക് ഓർമ്മയിലുണ്ടാവണം. ഇത് നമ്മൾ ഈ വഴിയിൽ മൊത്തം ഉപയോഗിക്കും. ഓക്കെ, ഇത് പഠിപ്പിച്ചിട്ടില്ല എന്ന് പിന്നെ പറയാൻ പാടില്ല. ഓക്കെ, ഇപ്പോൾ x³ + 3x² + 2 എന്ന് പറഞ്ഞിട്ട് ഫൈൻഡ് ദി ഫുറിയർ സീരീസ് എന്ന് പറഞ്ഞിട്ടുണ്ട് എങ്കിൽ x³ വേറെ കാണുക, x² വേറെ കാണുക, 2ൻ്റെത് വേറെ കാണുക, ഇങ്ങനെ വേറെ വേറെ ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുക, കാണുക. അതായത് F1, F2, F3 എന്ന് കൊടുത്തിട്ട് വേറെ വേറെ കണ്ടിട്ട് ആഡ് ചെയ്താൽ മതി. പക്ഷേ കോൺസ്റ്റൻറ്റിൻ്റെ കോഎഫിഷ്യൻ്റ് എപ്പോഴും ആ എലമെൻ്റ് തന്നെയാണ്. ഇപ്പോൾ 2 എന്ന് പറയുന്ന കോൺസ്റ്റൻറ്റ്, അതിൻ്റെ ഫുറിയർ സീരീസും തന്നെയാണ് 2n ആണ്. പൈൻ്റെ ഫുറിയർ സീരീസ് πn ആണ്. ഓക്കെ, കോൺസ്റ്റൻ്റ് ആണ് എങ്കിൽ അതിൻ്റെ ഫുറിയർ സീരീസ് അത് തന്നെയാണ്, അതിൽ വേറെ ഒന്നുമില്ല, ഇറ്റ് സെൽഫ്. അത് പ്രത്യേകം ശ്രദ്ധിക്കുകയും ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഇനി പ്രോബ്ലത്തിലേക്ക് എടുക്കുകയാണ്. കാരണം നമുക്ക് അറിയേണ്ടത് 3 കാര്യങ്ങളാണ്. ഒന്ന് ഈ F1 F2 ഫംഗ്ഷൻ, അതായത് ഒരു ഫംഗ്ഷൻ F1 + F2 എന്ന് എഴുതുകയാണെങ്കിൽ അതിൻ്റെ രണ്ടിൻ്റെയും വേറെ വേറെ കണ്ടിട്ട് ഫുറിയർ സീരീസ് വേറെ വേറെ കണ്ടിട്ട് സം ചെയ്താൽ മതി എന്നും, കൂട്ടിയാൽ മതി എന്നും. അതുപോലെ തന്നെ ഫുറിയർ സീരീസ് ഫോർ ഓഡ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ f(x) = n = 1 to ∞ bn sin nπx/l ആണ് എന്നും. അതുപോലെ തന്നെ ഫുറിയർ സീരീസ് ഫോർ ഈവൻ ഫംഗ്ഷൻ്റെത് എന്താണ്, a0 + σn = 1 to ∞ an cos nπx/l ആണ് എന്നുള്ളതും. ഈ 3 കാര്യങ്ങളും നമ്മൾ അറിയണം. ഓക്കെ, ഇനി നമ്മൾ പ്രോബ്ലത്തിൽ കേൾക്കുകയാണ്. ആദ്യം ഈവൻ ഫംഗ്ഷൻ്റെ, പിന്നെ ഓഡ് ഫംഗ്ഷൻ്റെ. ഓഡ് ഫംഗ്ഷനിൽ നമ്മൾ ഈ തിയറത്തിൻ്റെ കൺസെപ്റ്റ്സ് കൂടി അപ്ലൈ ചെയ്യും. ഓക്കെ, അപ്പോൾ നമ്മളുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദി ഫുറിയർ സീരീസ് ഫോർ മോഡുലസ് ഓഫ് എക്സ് ഇൻ ക്ലോസ്ഡ് ഇൻ്റർവെൽ -π to π. ക്ലോസ്ഡ് ഇൻ്റർവെൽ -π to π, അതായത് -l to l. ഇവിടെ l എന്താണ്, π ആണ്. ഓക്കെ, ഇവിടുത്തെ ഫംഗ്ഷൻ എന്താണ്, മോഡുലസ് ഓഫ് എക്സ്. മോഡുലസ് ഓഫ് എക്സ് എന്ന് പറയുന്നത് ഏത് ഫംഗ്ഷനാണ് നമുക്ക് നോക്കാം. എന്താണ്, പോസിറ്റീവാണ്. എപ്പോഴും -2ൻ്റെ മോഡുലസ് എന്ന് പറയുന്നത് 2 ആണ്. 2ൻ്റെ മോഡുലസ് തന്നെയാണ് 2 ഇറ്റ് സെൽഫ്. അപ്പോൾ നമുക്ക് മോഡുലസ് എന്ന് പറയുന്നത് എന്താണ്, ഒരു ഈവൻ ഫംഗ്ഷൻ ആണ് സത്യത്തിൽ, അല്ലേ? അത് പ്രൂവ് ചെയ്യാം. f(x) = എന്താണ്, മോഡുലസ് ഓഫ് എക്സ്. അപ്പോൾ നമുക്ക് f(-x) എന്ന് പറഞ്ഞാൽ മോഡുലസ് ഓഫ് -x, മോഡുലസ് ഓഫ് -x എന്ന് പറഞ്ഞാൽ x = തന്നെയാണ് f(x). ഓക്കെ, അബ്സല്യൂട്ട് വാല്യൂ ആയതുകൊണ്ട് മോഡുലസ് ഓഫ് എക്സ് എപ്പോഴും തന്നെയാണ് xn ആയിരിക്കും, കോൺസ്റ്റൻറ്റ്. അണ്ടർസ്റ്റുഡ്? അപ്പോൾ നമ്മളുടെ ഈ കൺസെപ്റ്റ്സ് പ്രകാരം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഈ കൺസെപ്റ്റ്സ് പ്രകാരം. ഓക്കെ, അപ്പം നമുക്ക് ചെയ്യേണ്ടത് എന്താണ്, ഈ കൺസെപ്റ്റ്സ് പ്രകാരം ഇതെന്താണ്, ഈവൻ ഫംഗ്ഷനാണ് f(x), അതായത് മോഡുലസ് ഓഫ് എക്സ് എന്ന് പറയുന്നത് ഒരു ഈവൻ ഫംഗ്ഷനാണ്. അപ്പോൾ നമുക്ക് ഉപയോഗിക്കാനുള്ള ഫുറിയർ സീരീസ് എന്ന് പറയുന്നത് എന്തായിരിക്കും, a0 + σn = 1 to ∞ an cos nπx/l.
എൽ ഇവിടെ എന്താണ് പൈ ആണ് തന്നു. ഓക്കെ, A0 പ്ലസ്. ഇനി നമ്മൾ A0യും ANഉം കാണണം, എന്നിട്ടാണ് നമ്മൾ ഫുറിയർ സീരീസിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പം A0 എന്ന് പറഞ്ഞിട്ടുണ്ട് എങ്കിൽ എന്താണെന്നും അതുപോലെ തന്നെ AN എന്താണെന്നുള്ളതാണ് ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. A0 എന്ന് പറഞ്ഞിട്ടുണ്ട് എങ്കിൽ 1/L ഇൻറ്റു ഇൻ്റഗ്രൽ 0 to L f(x) ഇൻറ്റു dx. ഓക്കെ, L എന്താണ് ഇവിടെ പൈ ആണ് തന്നിട്ടുണ്ട്. ഓക്കെ, ഇവിടെ L പൈ ആണ് തന്നിട്ടുണ്ട്. f(x) എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മോഡുലസ് ഓഫ് എക്സ് ആണ്. ഓക്കെ, അപ്പം നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ദെൻ 1/π ഇൻറ്റു ലിമിറ്റ് -∞ ടു -π ടു പൈ ആണ്. അപ്പോൾ 0 to L ആണ് വരിക. L എന്താണ് ഇവിടെ പൈ ആണ്. അപ്പം ഇൻ്റഗ്രൽ 0 to L f(x) മോഡുലസ് ഓഫ് എക്സ് ഇൻറ്റു dx. ഇനി മോഡുലസ് ഓഫ് എക്സ് എന്ന് പറയുമ്പം 0 to π ഇൻ്റർവെല്ലിൽ പോസിറ്റീവാണ്. അപ്പോൾ എക്സിൻ്റെ വാല്യൂ xn ആണ്. അറിയേണ്ട മോഡുലസ് ഓഫ് എക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ xn ആണ് വാല്യൂ. ഇനി ഇവിടെ -π to 0 ആണ് എങ്കിൽ ഇവിടെ എന്തായി മാറിയായിരുന്നു? മോഡുലസ് ഓഫ് എക്സിൻ്റെ സ്ഥാനത്ത് -x എന്നാവുമായിരുന്നു. പ്രത്യേകം ശ്രദ്ധിക്കുക അല്ലേ, അത് ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് എന്ത് ഇവിടെ എന്താണ് പോസിറ്റീവ് ആയതുകൊണ്ട് ഇവിടെ xn ആയി മാറും. ദാറ്റ് മീൻസ് 1/π ഇൻ്റഗ്രൽ 0 to π x ഇൻറ്റു dx. പ്രത്യേകം ശ്രദ്ധിക്കുക, എക്സ് ആവാനുള്ള കാരണം പോസിറ്റീവ് 0 to πയിൽ എല്ലാ എലിമെൻറ്റും പോസിറ്റീവാണ്. അപ്പോൾ മോഡുലസ് ഓഫ് എക്സ്, മോഡുലസ് ഓഫ് 2 എന്ന് പറഞ്ഞാൽ 2 ആണ്, മോഡുലസ് ഓഫ് 1 എന്ന് പറഞ്ഞാൽ 1 ആണ്, മോഡുലസ് ഓഫ് 3 എന്ന് പറഞ്ഞാൽ 3 ആണ്. ഓക്കെ, മോഡുലസ് ഓഫ് -2 എന്ന് പറയുമ്പം അവിടെ പോസിറ്റീവ് ആവും, 2 ആണ് കിട്ടുക. അങ്ങനെ 2 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ -2 എന്നാണ്. അറിയേണ്ട ശരി. അപ്പോൾ ഇവിടെ പോസിറ്റീവ് ആയതുകൊണ്ട് ഡോണ്ട് വെറി അബൌട്ട് ഇറ്റ്. ഓക്കെ, അപ്പം ഇൻ്റഗ്രേഷൻ ചെയ്യാം. 1/π അല്ലേ, ഇൻ്റഗ്രൽ ഓഫ് എക്സ് എന്ന് പറയുന്നുണ്ടെങ്കിൽ x²/2 ലിമിറ്റ് 0 to π. ലിമിറ്റ് അപ്ലൈ ചെയ്യുക. ദെൻ ഇത് പൈ അപ്ലൈ ചെയ്യുമ്പോൾ π² വരും. അപ്പോൾ 1/π ഇൻറ്റു π²/2 എക്സിൻ്റെ സ്ഥാനത്ത് 0 അപ്ലൈ ചെയ്യുമ്പോൾ 0 ഫുൾ. അപ്പം എന്ത് മാത്രമായി മാറി? 1/π π²/2. പൈ ക്യാൻസൽ വിത്ത് പൈ, ദെൻ യു വിൽ ഗെറ്റ് π/2. അറിയാൻ അണ്ടർസ്റ്റുഡ്? അപ്പം π/2 ആണ് ഇവിടുത്തെ എന്ത് ആൻസർ. ഓക്കെ, അപ്പോൾ A0 നമുക്ക് കിട്ടിക്കഴിഞ്ഞു. A0 എന്ന് പറഞ്ഞിട്ടുണ്ട് എങ്കിൽ എന്താണ് π/2 ആണ് എന്ന് കിട്ടി. ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് എന്താണ്? AN. AN എന്ന് പറഞ്ഞിട്ടുണ്ട് എങ്കിൽ 2/L ഇൻറ്റു ഇൻ്റഗ്രൽ 0 to L f(x) ഇൻറ്റു cos nπx/L ഇൻറ്റു dx. ഓക്കെ, വിച്ച് ഈസ് ഈക്വൽ ടു L എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പൈ ആണ്, 2/π 0 to L. L എന്താണ്? പൈ. മോഡുലസ് ഓഫ് എക്സ് ഇൻറ്റു കോസ് nπx/L ബൈ പൈ ഇൻറ്റു dx. ഇവിടെ മോഡുലസ് ഓഫ് എക്സ് എന്തായി മാറും? 0 to π ആയതുകൊണ്ട് പോസിറ്റീവാണ്. ദെർഫോർ ഇതെന്തായിരിക്കും? xn ആയി മാറും. ഓക്കെ, അതുപോലെ തന്നെ ഇവിടെ ഒരു പ്രത്യേകത കൂടിയുണ്ട്. nπx/π ആണ്, പൈ ക്യാൻസൽ വിത്ത് പൈ. അപ്പം നമുക്ക് കറസ്പോണ്ടിങ് ആയിട്ട് 2/π ഇൻറ്റു ഇൻ്റഗ്രൽ 0 to π എക്സിൻ്റെ മോഡുലസ് ഓഫ് എക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ കേസിൽ ഇൻ്റർവെല്ലിൻ്റെ കേസിൽ എക്സ് കോസ് n ഇൻറ്റു പൈ ക്യാൻസൽ വിത്ത് പൈ, ദെൻ nx കോസ് nx ഇൻറ്റു dx. ഓക്കെ, വിച്ച് ഈസ് ഈക്വൽ ടു 2/π അല്ലേ, ഫസ്റ്റ് ഇൻറ്റു ഇവിടെ ക്രോസ് അല്ലേ, ഇൻ്റഗ്രേഷൻ ബൈ പാർട്സ് അല്ലേ ആണോ? ഓക്കെ, പാർട്സ് ആണ്. ഫസ്റ്റ് ഇൻറ്റു ഇൻ്റഗ്രൽ ഓഫ് സെക്കൻഡ്. ഇവിടെ ആദ്യം ഫസ്റ്റ് ആരെടുക്കുക? എക്സിന്. ആൾജിബ്രായിക് ഇക്വേഷൻ എക്സിന്, കാരണം ഐ ആം ലേറ്റ് എന്നുള്ള കൺസെപ്റ്റ്സ് ഉപയോഗിക്കാം. അപ്പോൾ ആൾജിബ്രായിക് ഇക്വേഷൻ എടുക്കുക. സെക്കൻഡ് 1 കോസ് nx. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഇൻറ്റു ഇൻ്റഗ്രൽ ഓഫ് സെക്കൻഡ് മൈനസ് ഫസ്റ്റ് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് ഇൻറ്റു ഇൻ്റഗ്രൽ ഓഫ് സെക്കൻഡ് മൈനസ് അല്ലേ ഇൻ്റഗ്രൽ ഓഫ് ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് ഇൻറ്റു ഇൻ്റഗ്രൽ ഓഫ് സെക്കൻഡ്. അപ്പം ഇവിടെ എക്സ് ഇൻറ്റു ഫസ്റ്റ് എന്ന് പറയുന്ന എക്സ് ആണ്, ഇൻറ്റു ഇൻ്റഗ്രൽ ഓഫ് കോസ് nx ഇൻറ്റു dx മൈനസ് ഇൻ്റഗ്രൽ അല്ലേ
ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് എക്സ് ആരാണ്? എക്സ് ആണ്. ഡെറിവേറ്റീവ് ഓഫ് എക്സ് എക്സ് തന്നെ. എക്സ് എന്താണ്? എക്സിൻ്റെ ഡെറിവേറ്റീവ് എന്താണ്? 1 ആണ്. അപ്പോൾ 1 അവിടെ എന്തെന്നില്ല 1 ഇൻറ്റു എന്ന് പറഞ്ഞിട്ടുണ്ട്. സെയിം തന്നെ, അത് കൺസെപ്റ്റ് എഫക്റ്റ് ചെയ്യുന്നില്ല. ഇൻ്റഗ്രൽ കോസ് എൻ എക്സ് ഇൻറ്റു ഡി എക്സ്. ഓക്കെ, അപ്പം വിച്ച് ഈസ് ഈക്വൽ ടു എ എൻ നമുക്ക് മാറ്റി എഴുതാം. 2/π ഫസ്റ്റ് ഇൻ്റഗ്രലിലെ അവിടുന്ന് എക്സ് ഇൻറ്റു കോസ് എൻ എക്സ് ഇൻറ്റു ഡി എക്സ്. ഇത് നേരത്തെ തന്നെയാണ്, അത് ഞാനൊന്ന് ഇങ്ങോട്ട് എടുത്ത് എഴുതിയത് നമ്മൾക്ക് ആ കണ്ടിന്യൂഷൻ കിട്ടാൻ വേണ്ടിയിട്ട്. ഇൻ്റഗ്രൽ ഓഫ് കോസ് എൻ എക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സൈൻ എൻ എക്സ് അല്ലേ ബൈ എൻ ഫ്രം അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റും കൊടുത്തു 0 to π മൈനസ് ഇൻ്റഗ്രൽ ഓഫ് കോസ് എൻ എക്സിൻ്റെ ഇൻ്റഗ്രൽ സൈൻ എക്സ് അല്ലേ, സൈൻ എക്സ് ബൈ എൻ. ഓക്കെ, പിന്നെ ഇൻ്റഗ്രേഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ മൈനസ് കോസ് എൻ എക്സ് ബൈ എൻ. ഇവിടെ ഒരു എന്നും കൂടി ബാക്കിയുണ്ട്, അപ്പോൾ എന്താവും? മൈനസ് കോസ് എൻ എക്സ് ബൈ എൻ സ്ക്വയർ. ഓക്കെ, ഫ്രം 0 to π അപ്ലൈ. ഇവിടെ സൈൻ എൻ പൈ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 0, സൈൻ 0 എന്ന് പറയുമ്പോൾ 0, എക്സിൻ്റെ സ്ഥാനത്താണ് 0 കൊടുക്കുന്നത്, ശ്രദ്ധിക്കുക. സൈൻ 0 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും 0, സൈൻ എൻ പൈ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും 0. ഫോർ മൊത്തം 0, എക്സിൻ്റെ സ്ഥാനത്ത് 0 കൊടുക്കുമ്പോൾ ഇത് മൊത്തത്തിൽ സ്വാഹ. ഓക്കെ, പിന്നെ ഇപ്പുറത്തെ കേസിൽ മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പം ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഓക്കെ, പൈ എക്സിൻ്റെ സ്ഥാനത്ത് പൈ കൊടുത്തിട്ടുണ്ട് എങ്കിൽ കോസ് എൻ പൈ ബൈ എൻ സ്ക്വയർ അല്ലേ, കോസ് എൻ പൈ ബൈ എൻ സ്ക്വയർ. ഇതിൽ 2/πയും എൻ സ്ക്വയറും കോമൺ ആണ്, ടേക്ക് ഔട്ട് സൈഡ്, ദെൻ 2/π എൻ സ്ക്വയർ. പിന്നെ എക്സിൻ്റെ സ്ഥാനത്ത് പൈ കൊടുക്കുമ്പോൾ കോസ് എൻ പൈ. ഓക്കെ, പ്രത്യേകം ശ്രദ്ധിക്കണം, മൈനസ് ഈസ് കോമൺ, ദെൻ ടേക്ക് ഔട്ട് സൈഡ് പ്ലസ് ആവും. പിന്നെ 0 അപ്ലൈ ചെയ്യുമ്പോൾ കോസ് 0 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 1, ഫോർ -1. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? 2/π എൻ സ്ക്വയർ കോസ് എൻ പൈ -1. ദാറ്റ് ഈസ് 2/n സ്ക്വയർ പൈ കോസ് എൻ പൈ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദാറ്റ് ഈസ് ഈക്വൽ ടു -1 ഹോൾ റൈസ് ടു n. അതായത് കോസ് 1π എന്ന് പറഞ്ഞിട്ടുണ്ട് എങ്കിൽ -1 ആണ്. കോസ് 2π എന്ന് പറഞ്ഞിട്ടുണ്ട് എങ്കിൽ എന്താണ്? 1 ആണ് അല്ലേ. കോസ് 3π എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ -1 ആണ്. കോസ് 4π എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 1 ആണ്. കറസ്പോണ്ടിങ് ആയിട്ട് അതിങ്ങനെ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും. അപ്പം അതിനോ നമുക്ക് എന്ത് ചെയ്യാം? മാറ്റി എഴുതാം. -1 റൈസ് ടു n ഇൻറ്റു -1 എന്ന് എഴുതാം. ഓക്കെ, അപ്പോൾ ഇനി an കിട്ടിക്കഴിഞ്ഞു. ഇനി an കിട്ടിക്കഴിഞ്ഞ സ്ഥിതിയിൽ നമുക്ക് എന്ത് അപ്ലൈ ചെയ്യാം? A1 A2 A3 A4 A5 നമുക്കൊന്ന് ജസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കാം അല്ലേ. A1 ഈക്വൽ ടു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് 1 കൊടുക്കുക n-ന് 1 കൊടുക്കുമ്പോൾ ഇവിടെ എന്താ വരിക? -1 -2 ഇൻറ്റു 2 -4. ഇവിടെ n-ന് 1 കൊടുക്കുമ്പോൾ 1 സ്ക്വയർ 1n പൈ, അപ്പോൾ -4π. അതുപോലെ A2 ഈക്വൽ ടു ജസ്റ്റ് കൊടുക്കുക 2 കൊടുക്കുക n-ന് 2 കൊടുക്കുമ്പോൾ എന്താ കിട്ടും? -1 സ്ക്വയർ. -1 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 1 1 -1 0, പിന്നെ മൊത്തം 0 ആയി. അപ്പോൾ A2 എന്താണ്? 0. ഇനി A3 3 കൊടുക്കണം n-ന് 3 കൊടുക്കുമ്പോൾ എന്ത് കിട്ടും? -1 ക്യൂബ്. അതെന്താണ്? -1n ആണ്. -1 -2 ഇൻറ്റു 2 -4 അല്ലേ. n-ന് 3 കൊടുക്കുമ്പം 3 സ്ക്വയർ, ദാറ്റ് മീൻസ് -4/3 സ്ക്വയർ പൈ. ഓക്കെ, 9 എഴുതുന്നതും കൊണ്ടും കുഴപ്പമില്ല, പക്ഷേ ഇത് A3 പൊസിഷനനുസരിച്ച് ഒരു ബന്ധം ഇവിടെ വരുന്നുണ്ട്, അതുകൊണ്ടാണ് ഞാൻ 9 എന്ന് എഴുതാത്തത്. ഓക്കെ, ഇനി അടുത്തത് A4. n-ന് 4 കൊടുക്കുമ്പോൾ -1 1 ആവും, 1 -1 0, ദെൻ ഹോൾ 0. ഇനി A5 എന്ന് പറയുമ്പോൾ 5 കൊടുക്കപ്പെടുമ്പോൾ 5 -1 റൈസ് ടു 5 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ -1
minus 1 minus 1 minus 1 minus 2 minus 2 into 2 minus 4 by n സ്ക്വയറിൻ്റെ സ്ഥാനത്ത് 5 സ്ക്വയർ 25 എന്ന് എഴുതാം, അല്ലെ 5 സ്ക്വയർ സ്ഥാനത്തിനനുസരിച്ച് ആയതുകൊണ്ടാണ് ഞാൻ 5 സ്ക്വയറിന് എഴുതി ഇൻറ്റു പൈ. A6 0 അല്ലേ, A7 minus 4 by 7 സ്ക്വയർ പൈ. കണ്ടിന്യൂയിങ് A8 0, അടുത്തത് A9 minus 4 by 9 സ്ക്വയർ പൈ എക്സെട്ര ഇങ്ങനെ പോകും. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? A1 A2 A3 AN സെല്ലും കിട്ടി. A0 π/2 ആണ് എന്ന് കിട്ടി. ഇനി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആൻസർ ചെയ്യാനായി ഫുറിയർ സീരീസ് ഫോർ മോഡുലസ് ഓഫ് എക്സ് ഈക്വൽ ടു എന്താണ്? A0 പ്ലസ് സിഗ്മ n ഈക്വൽ ടു 1 to infinity AN cos n pi x by pi. ഓക്കെ, which is equal to π/2 പ്ലസ് എന്നാ A1 cos x. എന്നിൻ്റെ സ്ഥാനത്ത് 1 കൊടുക്കുമ്പോൾ n ഈക്വൽ ടു 1 ആദ്യം കൊടുക്കുമ്പോൾ A1 cos പൈ എക്സ്, പൈ ക്യാൻസലായി പോകും. അപ്പോൾ എന്താണ്? cos x, cos nx ആണ് വരിക. എന്നിൻ്റെ സ്ഥാനത്ത് 1 കൊടുക്കുമ്പോൾ cos x പ്ലസ് എന്നിന് 2 കൊടുക്കുമ്പോൾ A2 ഇൻറ്റു cos 2x പ്ലസ് എന്നിന് 3 കൊടുക്കുമ്പോൾ A3 cos 3x പ്ലസ് പൈ ക്യാൻസൽ ആവുക. അതുപോലെ A4 എന്ന് പറയുമ്പോൾ ഫോർത്ത് പൊസിഷനിൽ A4 cos 4x പ്ലസ് എക്സെട്ര. ഇതാണ് വിച്ച് ഈസ് ഈക്വൽ ടു. ഇനി π/2 നമുക്കറിയാം. A1 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ -4/π തന്നിട്ടുണ്ട്, തൊട്ട് മുകളിൽ നോക്കുക, അതാ -4/π ഇൻറ്റു cos x പ്ലസ് ഇനി A2 0 ആണ്, 0 ഇൻറ്റു cos 2x 0. ദെൻ അടുത്തത് A3 എന്ന് പറഞ്ഞിട്ടുണ്ട് എങ്കിൽ നോക്കുക തൊട്ട് മുകളിൽ -4/3 സ്ക്വയർ പൈ -4/3 സ്ക്വയർ പൈ ഇൻറ്റു cos 3x പ്ലസ് A4 0 ആണ്, ജസ്റ്റ് മുകളിൽ നോക്കുക, A4 0, A4 ഇൻറ്റു cos 4x 0 ആയി പോവും. പിന്നെ അടുത്തത് എന്താണ്? A5 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ -4/5 സ്ക്വയർ പൈ, ദാറ്റ് ഈസ് -4/5 സ്ക്വയർ പൈ ഇൻറ്റു cos 5x പ്ലസ് എക്സെട്ര. ഓക്കെ, ഇനി ഇവിടെ നോക്കുക, പ്രത്യേകിച്ച് എന്തെങ്കിലും കോമൺ ഉണ്ടോ? എന്താ കോമൺ ഉണ്ട്? 4π ഈസ് കോമൺ, 4/π ഈസ് കോമൺ. ദെൻ π/2 മൈനസും കോമൺ ആണ്, നോക്കുക, -4π cos x സ്ക്വയർ ബൈ 1 സ്ക്വയർ പ്ലസ് cos 3x ബൈ 3 സ്ക്വയർ പ്ലസ് cos 5x ബൈ 5 സ്ക്വയർ പ്ലസ് എക്സെട്ര. ഒരു നല്ലൊരു സീക്വൻസ് സീരീസ് മോഡലിലേക്ക് മാറി. ഓക്കെ, ഇനി നമുക്കുള്ളത് എന്താണ്? ഫൈൻഡ് ദി ഫുറിയർ സീരീസ് ഫോർ ദി ഫംഗ്ഷൻ f of x ഈക്വൽ ടു എക്സ് പ്ലസ് പൈ. അടുത്തതൊരു ഓഡ് ഫംഗ്ഷൻ എക്സാമ്പിളാണ്. ഓക്കെ, ഓഡ് ഫംഗ്ഷനുമാണ്. ഇവിടെ 2 ഫംഗ്ഷനാക്കി നമുക്ക് എഴുതാം, F1 F2 ആക്കി എഴുതാം, നേരത്തെ തൊട്ട് മുമ്പത്തെ തിയറം പ്രകാരം. ഓക്കെ, പക്ഷേ F2 എന്താണ്? ഇവിടെ പൈ ആയതുകൊണ്ട് അത് കോൺസ്റ്റൻ്റ് ആയിരിക്കും, അതായത് പൈ എന്നായിരിക്കും അതിൻ്റെ ഫുറിയർ സീരീസ്. ഓക്കെ, അത് പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ നമുക്ക് എക്സിൻ്റെ മാത്രം കണ്ടാൽ മതി. ഓക്കെ, അപ്പോൾ f of x ഈക്വൽ ടു ഞാൻ ചൂസ് ചെയ്തു, എക്സ് ആണ് ചൂസ് ചെയ്തു. അങ്ങനെയാണെങ്കിൽ ആ ഫംഗ്ഷൻ ഈവൻ ആണോ ഓഡാണോ നോക്കാം. അപ്പോൾ F2 of x ഈക്വൽ ടു എന്തുവാക്കിയെടുത്തു? പൈ എടുത്തു, അത് കോൺസ്റ്റൻ്റ് ആണ്, അതിനത്ര വലിയ ഇമ്പോർട്ടൻ്റ് നമ്മൾ കൊടുക്കണ്ട. ഓക്കെ, ഇനി F1 of -x എന്ന് പറഞ്ഞാൽ -x അല്ലേ, -F1 of x എന്ന് പറഞ്ഞാൽ x ആണ്, അപ്പം -F1 of x എന്ന് എഴുതാം. ദാറ്റ് മീൻസ് ദാറ്റ് ഈസ് എ ഓഡ് ഫംഗ്ഷൻ. അപ്പോൾ നമുക്ക് ഫുറിയർ സീരീസ് ഫോർ F1 F2ൻ്റെ കാണണോ? F2ൻ്റെ പൈ ആണ്, അപ്പോൾ ഫുറിയർ സീരീസ് ഫോർ കോൺസ്റ്റൻ്റ് എന്നാണ്, ദാറ്റ് മീൻസ് പൈ എന്നാണ്. അപ്പോൾ F1 of xൻ്റെ ഫുറിയർ സീരീസ് എന്ന് പറയുന്നത് എന്താണ്? ഈക്വൽ ടു സിഗ്മ അല്ലേ, നമുക്കറിയാം സിഗ്മ n ഈക്വൽ ടു 1 to infinity bn sin n pi x by l അല്ലേ. bn എന്താണ്? 2/l ഇൻറ്റു ഇൻ്റഗ്രൽ 0 to L F1 of x into sin n pi x by L into dx. ഓക്കെ, ഇവിടെ ഇൻ്റർവെല് നോക്കണം, -π to
പൈ ആണ്. അപ്പോൾ അതുകൊണ്ടും കൂടിയാണ് ഈവനും ഓടും ഫംഗ്ഷൻ തീരുമാനിക്കുക. അത് പ്രത്യേകം ശ്രദ്ധിക്കാം, നെഗറ്റീവും പോസിറ്റീവും വരണം. ഓക്കെ, ഇനി നമുക്ക് ബി എൻ കാണണം, എന്നിട്ടേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഫുറിയർ സീരീസ് കാണാൻ പറ്റുള്ളൂ. ബി എൻ ഈക്വൽ ടു 2/π ഇൻ്റഗ്രൽ 0 to π എക്സ് ഇൻറ്റു അല്ലേ, എഫ് ഓഫ് എക്സ് എന്താണ്, എക്സ് ആണ്, എക്സ് ഇൻറ്റു സൈൻ എൻ പൈ എക്സ് ബൈ എൽ അല്ലേ, എൻ പൈ എക്സ് ബൈ പൈ ഇൻറ്റു ഡി എക്സ്. എല്ലിൻ്റെ സ്ഥാനത്ത് പൈ ആണ്, അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇവിടെ എന്ത് ചെയ്യും, പൈ ക്യാൻസൽ ആയി പോകും അല്ലേ, ദാറ്റ് ഈസ് 2/π ഇൻ്റഗ്രൽ 0 to π എക്സ് ഇൻറ്റു സൈൻ എൻ എക്സ് ഇൻറ്റു ഡി എക്സ്. ഇതെന്താണ്, ഇൻ്റഗ്രേഷൻ ബൈ പാർട്സ് അല്ലേ. അത് പ്രകാരം ഫസ്റ്റ് ഇൻറ്റു അല്ലേ, ഇൻ്റഗ്രൽ ഓഫ് സെക്കൻഡ് സൈൻ എൻ എക്സിൻ്റെ എന്താണ്, മൈനസ് കോസ് എൻ എക്സ് ബൈ എൻ അല്ലേ. ഫസ്റ്റിൻ്റെ ഇൻ്റഗ്രൽ ഓഫ് ഇത് സൈൻ എന്ന് പറയുമ്പോൾ കോസ് ആണ്, കോസ് എൻ എക്സ് ബൈ എൻ. ഇനി മൈനസ് ഇൻ്റഗ്രൽ ഓഫ് ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് എന്ന് പറയുമ്പോൾ ഡെറിവേറ്റീവ് ഓഫ് എക്സ് 1 ആണ്, അപ്പോൾ എഫക്റ്റ് ചെയ്യൂല, ഇൻറ്റു ഇൻ്റഗ്രൽ ഓഫ് സെക്കൻഡ് എന്താണ്, കോസ് എൻ എക്സ് ബൈ എൻ. ഓക്കെ, അതായത് മൈനസ് കോസ് എൻ എക്സ് ബൈ എൻ. അപ്പോൾ നമുക്ക് ഇവിടെ ഫ്രം അപ്പർ ലിമിറ്റിലും ലോവർ ലിമിറ്റും 0 കൊടുത്തത്, ഇത് മൊത്തത്തിലുണ്ട് എന്ന് കൺഫ്യൂഷൻ വരാതെക്കാനാണ് ഇങ്ങനെ ലിമിറ്റ് കൊടുക്കുന്നത്. ഇത് നല്ലതാണ്. ഓക്കെ, ഈ രീതിയിലാണ് ചെയ്യേണ്ടത്. ചെയ്യുന്നത് കൊണ്ട് തെറ്റ് പറ്റില്ല, വേറെ രീതിയിൽ ചെയ്യുന്നതിനെ കൊണ്ടും കുഴപ്പമില്ല. പക്ഷേ നമ്മൾ ലാസ്റ്റ് ലിമിറ്റുകൾ കൊടുക്കാൻ മറക്കരുത്, വാല്യൂസ് കൊടുക്കാൻ മറക്കരുത്. 2/π അല്ലേ, മൈനസ് എക്സ് ഇൻറ്റു കോസ് എൻ എക്സ് ബൈ എൻ ഇൻറ്റു അല്ലേ, ഞാനിനി ലിമിറ്റ് കൊടുക്കുകയാണ് 0 to π. ഇതിൻ്റെ ഇൻ്റഗ്രൽ കോസിൻ്റെ പിന്നെ ഇൻ്റഗ്രൽ എടുത്തിട്ടുണ്ടെങ്കിൽ മൈനസ് ഇൻറ്റു മൈനസ് പ്ലസ് ആവും. ഇൻ്റഗ്രൽ ഓഫ് കോസ് എൻ എക്സ് പിന്നെയും എന്തായി മാറും, സൈൻ എൻ എക്സ് ബൈ എൻ സ്ക്വയർ. ഇവിടെ ഒരു എന്നും പിന്നെ ഇതിൻ്റെ ഇൻ്റഗ്രൽ ചെയ്യുമ്പോൾ ഒരു എന്നും, അപ്പോൾ ബൈ എൻ സ്ക്വയർ ഫ്രം 0 to π. ദാറ്റ് ഈസ് ഇവിടെ കൊടുത്തിട്ടുണ്ട് എങ്കിൽ, വാല്യൂസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ സൈൻ്റെ ഇവിടെ വാല്യൂ കൊടുക്കുമ്പോൾ 0 ആയി പോവും. ഇവിടെ കോസ് എൻ എക്സിന് വാല്യൂ കൊടുത്തിട്ടുണ്ട് എങ്കിൽ, കോസ് എക്സിന് 0 കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇത് 0 ആയി പോവും. പൈ കൊടുത്തിട്ടുണ്ട് എങ്കിൽ മൈനസ് പൈ ഇൻറ്റു കോസ് എൻ പൈ അല്ലേ, അതാണ് എക്സിൻ്റെ വാല്യൂസ് വരെ. അതായത് വിച്ച് ഈസ് ഈക്വൽ ടു മൈനസ് 2/π അല്ലേ, 2/π ഇൻറ്റു പൈ ഇൻറ്റു കോസ് എൻ പൈ ബൈ എൻ. ഓക്കെ, ഇതിൽ ഇവിടെയൊക്കെ പൈയും ക്യാൻസലാക്കാം. then you will get minus 2/n into cos n pi. ഓക്കെ, ഇനി നമുക്ക് അപ്പം ബി എൻ കിട്ടിക്കഴിഞ്ഞിട്ടുണ്ട് എങ്കിൽ നമുക്ക് എന്ത് കാണാം, B1 B2 B3 എന്താണെന്ന് കാണാം. B1 ഈക്വൽ ടു എന്നിന് 1 കൊടുത്തിട്ടുണ്ട് എങ്കിൽ -2 cos പൈ. -2 cos പൈ എന്താണ്, മൈനസ് കോസ് പൈ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ -1 ആണ്. ദെൻ -2 ഇൻറ്റു -1 2. ഓക്കെ, ഇനി അടുത്ത B2. അപ്പോൾ എന്നിൻ്റെ സ്ഥാനത്ത് എന്താവും, 2 ആവും. -2/2 ഇൻറ്റു കോസ് 2π. കോസ് 2π എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 1 ആണ്. 1 ഇൻറ്റു -2/2 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് -2/2 എന്നാണ് കിട്ടുക. അതങ്ങനെ എഴുതാൻ കാരണം പൊസിഷന് ശ്രദ്ധിക്കുക. ഞാൻ ഇവിടെ -1 എന്ന് എഴുതിയാലും കുഴപ്പമില്ല, പക്ഷേ പൊസിഷൻ അനുസരിച്ച് എഴുതുന്നതിനെ കൊണ്ട് തെറ്റാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. പൊസിഷൻ നമുക്ക് ചിലത് പുറത്തെടുക്കാൻ കിട്ടും, അപ്പോൾ അങ്ങനത്തെ ഒക്കെ നമ്മൾ മാക്സിമം പുറത്തെടുക്കാൻ കഴിയും. ഓക്കെ, അതിന് വേണ്ടിയിട്ടാണ് -2/2 എന്ന് ചെന്നെ നിർത്തിയത്. ഓക്കെ, ഇനി B3 എന്നിന് 3 കൊടുത്തിട്ടുണ്ട് എങ്കിൽ എന്താണ് വരിക, -2/3 അല്ലേ ഇൻറ്റു കോസ് 3π. കോസ് 3π എന്താണ്, -1. ദാറ്റ് മീൻസ് -2/3 ഇൻറ്റു -1 എന്ന് പറയുമ്പോൾ 2/3. ഓക്കെ, ഇനി അടുത്തത് B4 എന്ന് പറയുമ്പോൾ 4 കൊടുക്കുമ്പോൾ 4π കോസ് 4π എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 1. ദെൻ -2/4 B4 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ -2/4 എക്സെട്ര. ഓക്കെ, എന്നുള്ള രീതിയിലാണ് കിട്ടുക എക്സെട്ര. B5 ഇവിടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതേ മോഡലിൽ തന്നെ എന്നിന് 5 കൊടുത്തിട്ടുണ്ടെങ്കിൽ -2/5 ഇൻറ്റു കോസ് 5π. കോസ് 5π എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ -1 ആണ്. ദെൻ മൈനസ് ഇൻറ്റു മൈനസ് പ്ലസ് 2/5. ഓക്കെ, എക്സെട്ര.
ഇങ്ങനെയാണ് നമുക്ക് കിട്ടുക. അപ്പോൾ B1 B2 B3 B4 കിട്ടിക്കഴിഞ്ഞു. ഇനി നമുക്ക് എന്ത് ചെയ്യണം? ഇനി ഫുറിയർ സീരീസ് കാണും. ഫുറിയർ സീരീസ് f1 ഓഫ് എക്സ് അല്ലേ, f1 ഓഫ് എക്സ് ഉണ്ട്, f2 ഓഫ് എക്സ് ഉണ്ട്. f2 ഓഫ് എക്സിൻ്റെ ഫുറിയർ സീരീസ് സെയിം തന്നെയാണ്, പൈ എന്നാണ്. f1 ഓഫ് എക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എക്സിൻ്റെ ഫുറിയർ സീരീസ് സിഗ്മ n ഈക്വൽ ടു 1 to infinity bn sin n pi x by pi. അപ്പം എല്ലിൻ്റെ സ്ഥാനത്ത് പൈ ആണ്, പൈ ക്യാൻസൽ വിത്ത് പൈ, ദെൻ n ഈക്വൽ ടു 1 to infinity bn sin nx. ഇനി നമുക്ക് വിച്ച് ഈസ് ഈക്വൽ ടു നമുക്ക് എന്തെന്ന് എഴുതാം? എന്നിൻ്റെ സ്ഥാനത്തൊക്കെ സബ്സ്റ്റിറ്റ്യൂഷൻ നടത്തിയിട്ടുണ്ടെങ്കിൽ B1 sin x പ്ലസ് B2 sin 2x പ്ലസ് B3 sin 3x പ്ലസ് എക്സെട്ര വിച്ച് ഈസ് ഈക്വൽ ടു B1 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 2 അല്ലേ, B1 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 2 sin nx. ഓക്കെ, B2 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ -2/2 ദാറ്റ് ഈസ് -2/2 ഇൻറ്റു sin 2x. B3 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 2/3, അപ്പോൾ ദാറ്റ് ഈസ് 2/3 ഇൻറ്റു sin 3x മൈനസ് അടുത്തത് B4 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ -2/4 sin 4x. ഓക്കെ, അങ്ങനെ കറസ്പോണ്ടിങ് ആയിട്ട് എക്സെട്ര എക്സെട്ര എക്സെട്ര. ദാറ്റ് ഈസ് 2 ഈസ് കോമൺ, പ്ലീസ് ചെക്ക് ഇറ്റ് ഔട്ട്. നോക്കാം നിങ്ങൾക്ക്. ദാറ്റ് ഈസ് 2 ഈസ് കോമൺ. 2 sin x minus sin 2x/2 plus sin 3x/3 plus minus sin 4x/4 plus etc. അപ്പം നമുക്ക് x1ൻ്റെ അതായത് f(1 of x) അതായത് എക്സിൻ്റെ വാല്യൂ തന്നെ നമുക്ക് ഏതിൻ്റെ ഫുറിയർ ആകാണ്ടത്? എക്സ് പ്ലസ് പൈൻ്റെ ഫുറിയർ ആണ്. ദാറ്റ് ഈസ് എക്സ് പ്ലസ് പൈൻ്റെ ഫുറിയർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതേ പ്ലസ് പൈ അല്ലേ. അപ്പോൾ ദാറ്റ് ഈസ് ഈക്വൽ ടു എക്സ് പ്ലസ് പൈ ഈക്വൽ ടു 2 sin x minus sin 2x/2 plus sin 3x/3 minus sin 4x/4 plus etc. plus pi. ഇതാണ് ഫുറിയർ സീരീസ് ഫോർ f of x. f of x എന്ന് പറഞ്ഞാൽ പൈ പ്ലസ് എക്സ് അല്ലെങ്കിൽ എക്സ് പ്ലസ് പൈ എന്ന് പറയുന്ന ഫംഗ്ഷൻ്റെ ഫുറിയർ സീരീസാണിത്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇതിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ട് എന്ന് വിചാരിക്കുന്നു. ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ നമ്മളുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ വരാവുന്നതാണ്. ഓക്കെ, താങ്ക് യു വെരി മച്ച്.